നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമുക്ക് ചതയം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 ആണ്ട് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. രാഹുവിന്റെ അനുഗ്രഹത്താൽ ചതയ നക്ഷത്രക്കാർക്ക് പുതിയ വഴികൾ തുറക്കുമോ? വിജ്ഞാനവും ഭാഗ്യവും നിറഞ്ഞ വർഷമാകുമോ 1202 ആണ്ട്? ആരോഗ്യം, വിദ്യാഭ്യാസം, സമ്പത്ത്, തൊഴിൽ, ദശാഫലങ്ങൾ, ത്രൈമാസിക ഫലങ്ങൾ എന്നിങ്ങനെ എല്ലാം വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. പരിഹാര മാർഗങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. വിദ്യാ ദദാതി വിനയം, വിനയാദ് യാതി പാത്രതാം, പാത്രത്വാദ് ധനമാപ്നോതി, ദാനാദ് ധർമ്മം തതസുഖം. അറിവ് വിനയം നൽകുന്നു, വിനയം യോഗ്യത നൽകുന്നു, യോഗ്യതയാകട്ടെ സമ്പത്ത് നൽകുന്നു, സമ്പത്ത് ധർമ്മവും സന്തോഷവും നൽകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊല്ലവർഷം 1202 ആണ്ട് ചതയം നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് പറഞ്ഞു തുടങ്ങാം. രാഹു അധിപനായിട്ടുള്ള ചതയ നക്ഷത്രം വരുന്നത് കുംഭക്കൂറിലാണ്. വിജ്ഞാനത്തിന്റെയും ഗവേഷണത്തിന്റെയും നവീന ചിന്തകളുടെയും പ്രതീകമാണ് ചതയം നക്ഷത്രം. 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള കാലഘട്ടം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന വർഷമായിരിക്കും. എന്നാൽ ഓരോ വിജയത്തിനു പിന്നിലും ജാഗ്രതയും വിവേകവും ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എല്ലാ മേഖലകളിലുമുള്ള ഫലത്തെ വിശദമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിഹാര മാർഗങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. നമുക്കാദ്യം പൊതുവായ ഫലങ്ങളിലേക്ക് കടക്കാം. അറിവാണ് ആയുധം, അനുഭവമാണ് കവചം, ക്ഷമയാണ് ശക്തി, വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ വർഷം ചതയ നക്ഷത്രക്കാർക്ക് ലക്ഷ്യബോധവും കാര്യപ്രാപ്തിയും ഗണ്യമായി വർദ്ധിക്കുന്ന വർഷമായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക്, ആശയക്കുഴപ്പങ്ങൾക്ക്, തടസ്സങ്ങൾക്ക് എന്നിവയ്ക്കൊക്കെ നല്ല മാറ്റമുണ്ടാകുന്ന വർഷമായിരിക്കും. പതുക്കെ പതുക്കെ മാറി തുടങ്ങും എന്ന് തന്നെ പറയണം. വിദേശ പഠനം, ഗവേഷണം, IT മേഖല, സാങ്കേതിക വിദ്യ, ശാസ്ത്രമേഖല, മെഡിക്കൽ വിഭാഗം തുടങ്ങിയവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഒരു സുവർണ കാലഘട്ടമായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ത്രൈമാസത്തിലെ വിശേഷ ഫലത്തെ പറഞ്ഞിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. വിദേശ ബന്ധങ്ങൾ ശക്തമാകും. പരീക്ഷകളിലൊക്കെ വിജയം നേടാൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ ഉടലെടുക്കുന്നതാണ്. ഈ കാലഘട്ടം പൊതുവെ ആശ്വാസം വർദ്ധിപ്പിക്കുന്ന കാലഘട്ടമായിരിക്കും. ആത്മവിശ്വാസവും വർദ്ധിച്ചു വരുന്നതാണ്. വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങളിൽ പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. നിക്ഷേപങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിലൊക്കെ വികസനം ഉണ്ടാകുന്നതാണ്. ഈ കാലമാണ് ഭാഗ്യത്തിന്റെ കൈത്താങ്ങ് കൂടുതലായി അനുഭവപ്പെടുന്ന കാലം. ഇനി കുംഭം, മീനം, മേടം എന്നീ മാസങ്ങളിലെ ഫലങ്ങളൊന്ന് നോക്കാം. ഈ സമയത്ത് ദീർഘദൂര യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. സന്താനങ്ങളുടെ നേട്ടങ്ങൾ സന്തോഷകരമാകുന്നതാണ്. പുതിയ പഠനാവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശ ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് ജ്ഞാനവികാസത്തിന്റെ കാലഘട്ടം കൂടിയാണ്. ഇടവം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിലാകട്ടെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ്. ഉറക്കക്കുറവൊക്കെ അനുഭവപ്പെടാം. അതൊക്കെ ഒഴിവാക്കുക. മതിയായ ഉറക്കം ക്രമപ്പെടുത്തുക. നിക്ഷേപങ്ങളിലും ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ക്ഷമയും നിയന്ത്രണവും വിജയത്തിന്റെ താക്കോലാകുന്നതാണ്. ഇനി ചതയ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ തൊഴിൽപരമായിട്ടുള്ള അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ഈ വർഷം ഔദ്യോഗിക രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തുന്നതാണ്. IT, സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഡിക്കൽ, ഫാർമസി, മാർക്കറ്റിംഗ്, ഓൺലൈൻ ബിസിനസ് മേഖലകൾ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ സ്റ്റാർട്ടപ്പ് പോലെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും
നല്ല സമയമാണ്. ചിലർക്ക് വിദേശങ്ങളിൽ നിന്ന് അനുകൂല അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. ഇനി ചതയം നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ സാമ്പത്തിക അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ധനവരവ് മെച്ചപ്പെടുന്ന സമയമാണ്. പുതിയ വീട്, വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ബാങ്ക് വായ്പകളൊക്കെ ലഭ്യമാകാനുമുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ രാഹുവിന്റെ സ്വാധീനത്താൽ ലോട്ടറി, ഓൺലൈൻ ട്രേഡിംഗ്, അമിതമായിട്ട് റിസ്ക് ഉള്ള നിക്ഷേപങ്ങൾ, ചൂതാട്ട സ്വഭാവമുള്ള ഇടപാടുകൾ എന്നിവയിലൊക്കെ വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. ഇനി ചതയ നക്ഷത്രക്കാരുടെ കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടുമുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരാണ് എങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കപ്പെടുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹ യോഗം ഉണ്ടാകുന്നതാണ്. മക്കളുടെ പഠനത്തിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. ഇനി ചതയ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ ആരോഗ്യം ഒന്ന് നോക്കാം. പൊതുവെ ആരോഗ്യം തൃപ്തികരമാകുന്ന വർഷമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അലർജി, ത്വക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവയിൽ നിന്നൊക്കെ കരുതലെടുക്കുക. യോഗയും ധ്യാനവും ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ്. ഇനി ചതയ നക്ഷത്രം ഓരോ പാദത്തിൽ ജനിച്ചവരുടെ വിശേഷ ഫലങ്ങളൊന്ന് പ്രത്യേകമായി പരിശോധിക്കാം. ഒന്നാം പാദക്കാർക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗിക കാര്യങ്ങളിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതാണ്. സൗഹൃദങ്ങൾ പുതിയതായി ലഭിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ബന്ധങ്ങൾ വഴി നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സൗഭാഗ്യം ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹ കാര്യത്തിലും ഒക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. നാലാം പാദത്തിൽ ജനിച്ചവർ ആരോഗ്യപരമായി ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ചെലവ് നിയന്ത്രിക്കേണ്ടതാണ്. മനസ്സിന് സമാധാനം കൊണ്ടുവരാൻ അതീവ ശ്രദ്ധ കൊടുക്കുക. അതോടൊപ്പം തന്നെ അനാവശ്യ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഇനി ദശാപഹാരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ശനിദശയിലുള്ളവർക്ക് കാലതാമസം ഉണ്ടാകാം. പല കാര്യങ്ങളിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. തൊഴിലിൽ ജോലിഭാരം വർദ്ധിക്കാം. സാമ്പത്തികമായി തടസ്സങ്ങൾ ഉണ്ടാകാം. കേതുർദശയിലുള്ളവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാം. ബന്ധങ്ങളിൽ അകലവും തീരുമാനങ്ങളിൽ വൈകലും ഒക്കെ ഉണ്ടാകാം. മറ്റ് ദശാകാലങ്ങളാണ് ഉള്ളത് എങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ്. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാർ പുതുവർഷത്തിൽ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെ കൂടി പരിശോധിക്കാം. സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നൂറും പാലും വഴിപാടായി നടത്തുക, പാട്ട് പാടിക്കുക. ഓം രാഹവേ നമ എന്ന മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം വീതം ജപിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. നീരാഞ്ജനവും എള്ളുപായസവും വഴിപാടായി നടത്തുക. ദേവിക്ക് വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് കൊളുത്തുക. ലളിത സഹസ്രനാമം പാരായണം ചെയ്യുക. ദോഷപരിഹാരങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ദാനം തന്നെയാണ്. പക്ഷികൾക്ക് അന്നം നൽകുക. കറുത്ത എള്ള് ദാനം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ ദാനം ചെയ്യുക. ദരിദ്രരായിട്ടുള്ളവർക്ക് വസ്ത്രം ദാനം ചെയ്യുക. നീല, വയലറ്റ് എന്നീ നിറങ്ങൾ പരമാവധി നല്ല ദിവസങ്ങളിൽ ധരിക്കുക. ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും വിശേഷമായി ഈ വസ്ത്രത്തെ ധരിക്കുക. 4, 8 എന്നീ സംഖ്യകളൊക്കെ പുതുവർഷത്തിൽ ഭാഗ്യസംഖ്യകളായി വർത്തിക്കുന്നതാണ്. ഇരുളിനെ ഭയക്കേണ്ടതില്ല, കാരണം അത് നക്ഷത്രങ്ങളെ കാണാൻ നമ്മളെ സഹായിക്കുന്നു. ചതയ നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 ആണ്ട്. വിജ്ഞാനവും അനുഭവ സമ്പത്തും സാമ്പത്തിക വളർച്ചയും ആത്മീയ ഉണർവും സമ്മാനിക്കുന്ന നല്ല വർഷമായിരിക്കും. എന്നാൽ ശനിദശയും കേതുർദശയും അനുഭവിക്കുന്നവർ ഒന്ന് ജാഗ്രത പുലർത്തേണ്ടതാണ്. ദൈവവിശ്വാസവും കഠിനാധ്വാനവും ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിലൂടെ പുതുവർഷവും ഏറ്റവും മികച്ചതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നാഗരാജാവിന്റെയും ദേവിയുടെയും അയ്യപ്പസ്വാമിയുടെയും അനുഗ്രഹം എല്ലാ ചതയ നക്ഷത്രക്കാർക്കും പുതുവർഷത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഇനിയും മറ്റു നക്ഷത്രക്കാരുടെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.